അർജുൻ കല്യാട്, ഗുഡ് ഈവനിങ്. കണ്ണൂരിൽ മഴ എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? ഗുഡ് ഈവനിങ് സുജിയ, വെരി ഗുഡ് ഈവനിങ്. കണ്ണൂരിൽ ഇപ്പോൾ മഴ ഏതായാലും മാറി നിൽക്കുകയാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴ പല മേഖലയിലും ഇപ്പോഴും പെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ നിൽക്കുന്നത് കണ്ണൂർ നഗരത്തിലാണ്. എന്നാൽ മലയോര മേഖലയിലെല്ലാം തന്നെ ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ ജില്ലയിലെ മലയോര മേഖലയിലുള്ളവർക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശം ഉൾപ്പെടെയുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ, അതായത് ഇന്നലെ രാത്രി മുതൽ തന്നെ ശക്തമായ തോതിലുള്ള മഴ ജില്ലയുടെ പല മേഖലയിലും പെയ്തിരുന്നു. അത്തരത്തിൽ ശക്തമായ കാറ്റും പല സ്ഥലങ്ങളിലും വീശിയടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പയ്യന്നൂരിൽ അത്തരത്തിൽ കാനായിൽ പലയിടങ്ങളിലും ഇത്തരത്തിൽ വ്യാപകമായ തോതിലുള്ള ശക്തമായ കാറ്റിൽ വലിയ തോതിലുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. വ്യാപകമായ തോതിൽ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. അതിനു പുറമെ ഏറ്റവും പ്രധാനമായി പറയേണ്ടത്, ഇത്തരത്തിൽ ഈ വ്യാപകമായ കാറ്റിൽ വലിയ തോതിൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് ഈ വൈദ്യുത ലൈനിന് മുകളിൽ മരത്തിൻ്റെ ചില്ലകൾ പൊട്ടിവീണും മരം പൊട്ടിവീണും ഒക്കെയാണ് ഇത്തരത്തിൽ ചില അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ അതൊക്കെ സ്വാഭാവികമായും KSEB എന്ന രീതിയിൽ പരിഹരിക്കുന്നതിന് വേണ്ട ശ്രമം നടന്നിട്ടുണ്ട്. എന്നാൽ പലയിടങ്ങളിലും അത് അത്ര വേഗതയിലല്ല എന്നുള്ളൊരു പരാതിയുണ്ട്. കാരണം ഇലക്ട്രിസിറ്റി പല സ്ഥലങ്ങളിലേക്കും ലഭ്യമാക്കുന്നതിൽ ഒരു പരിമിതി പലപ്പോഴും KSEB ഉദ്യോഗസ്ഥർ ബന്ധപ്പെടുമ്പോൾ അത്തരത്തിലുള്ള പ്രതികരണമാണ് നടത്തുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലയിലെ പല മേഖലയിലും ശക്തമായ തോതിൽ കാറ്റ്, അതുപോലെ തന്നെ മഴ, ഇതെല്ലാം ഇടവിട്ട് ഉണ്ടാവുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ തലശ്ശേരിയിലും ഒരു കിണറിടഞ്ഞു വീട് ചെറിയൊരു അപകടം സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ആളപായമോ വലിയ തോതിലുള്ള അത് ഭീകരമായ 3 ദിവസം സൂക്ഷിക്കണം അർജുൻ. നിലവിൽ സാഹചര്യങ്ങൾ സേഫ് ആണ്. അടുത്ത 3 ദിവസം നല്ല മഴ പെയ്യാൻ സാധ്യതയുണ്ട്. കണ്ണൂരുകാരോടൊക്കെ ഒന്ന് പറഞ്ഞേക്കൂ. നമുക്കൊന്ന് ഇടുക്കിയിലേക്ക് പോകാം. ഇപ്പോൾ സന്ദീപ് രാജാക്കാട് കുടചൂടി നിൽക്കുകയാണ്. സന്ദീപ്, എങ്ങനെ ഇടുക്കിയിൽ മഴ പെയ്യുന്നുണ്ടോ? കഴിഞ്ഞ ദിവസമൊക്കെ അതിശക്തമായ മഴ മലയോര മേഖലയിൽ ഉണ്ടായി. 2 പേരുടെ മരം കടപുഴകി വീണും വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണും ഒക്കെയുള്ള മരണവാർത്തകൾ നമ്മുടെ മുന്നിലേക്ക് എത്തി. ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണ് സന്ദീപ്? ഗുഡ് ഈവനിങ് സുജയ പാർവതി. ഇടുക്കി ജില്ലയിൽ പകൽ സമയത്ത് അല്പം തോർച്ചയുണ്ടായിരുന്നു എങ്കിൽ പോലും ഇപ്പോൾ വൈകുന്നേരത്തോടെ മഴ ശക്തമാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്നലത്തെ അപേക്ഷിച്ച് മഴയ്ക്ക് അല്പം കുറവുണ്ട് എന്നുള്ളതാണ് വൈകുന്നേരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും മഴ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. ശക്തമായി തന്നെ വിവിധ ഇടങ്ങളിൽ പെയ്തിറങ്ങുന്നു എന്നുള്ളതാണ്. മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളില്ല എന്ന് പറയുമ്പോൾ പോലും അതീവ ജാഗ്രതയോടെ മുമ്പോട്ട് പോകണമെന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. കാരണം വിവിധ ഇടങ്ങളിൽ മരം വീണും ഒപ്പം തന്നെ മണ്ണിടിച്ചിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. മൂന്നാർ അന്തോളിയാർ കോളനിക്ക് സമീപം ഇന്നലെ രാത്രിയിലും ഒരു മണ്ണിടിച്ചിലുണ്ടായിരുന്നു. ആ മണ്ണിടിച്ചിലിൽ ഒരു വീട് തകർന്ന ഒരു സ്ഥിതി ഉണ്ടായി. അതിനുശേഷം ഇന്ന് പുലർച്ചെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാറിന് സമീപം പോലീസ് സ്റ്റേഷന് സമീപത്ത് മണ്ണിടിഞ്ഞു വീണ 2 കെട്ടിടങ്ങൾ അപകടാവസ്ഥയിലായിട്ടുണ്ട്. ഒപ്പം തന്നെ മയിലാടുംപാറ റൂട്ടിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. അത് നീക്കിയിട്ടുണ്ട്. മറ്റ് വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ പീരുമേട് താലൂക്കിലും മരം വീണ ഒരു വീട് തകരുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. കരുണാപുരം പഞ്ചായത്തിൽ മരം വീണ് വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അവിടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണ് 3ഓളം വീടുകൾ അപകടാവസ്ഥയിലാകുന്ന സാഹചര്യം. മൂന്നാറിൽ പ്രത്യേകിച്ച് മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ അതീവ ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടൽ ഉണ്ടാകണമെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ക്യാമ്പുകൾ തുറക്കുന്നതിനടക്കം നടപടികൾ സ്വീകരിച്ചു. മൂന്നാറിൽ 3 ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ഏതാണ്ട് 9 കുടുംബങ്ങളെ അവിടേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അന്തോണിയാർ കോളനിയിൽ മുമ്പൊക്കെ മണ്ണിടിച്ചിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള മേഖലയാണ്. അവിടെ നിന്നും ആളുകളെ മാറ്റുന്നതിന് നടപടി സ്വീകരിക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ കല്ലാറുകുട്ടി അണക്കെട്ടിന്റെ 2 ഷട്ടറുകൾ ഇപ്പോൾ തുറന്നിരിക്കുകയാണ്. 30 സെന്റിമീറ്റർ വീതമാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത്. എന്നാൽ മറ്റ് ചെറുകിട അണക്കെട്ടുകളിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. ആനയിറങ്ങലായാലും കുണ്ടളയായാലും മാട്ടുപ്പെട്ടിയൊക്കെ ആയിരുന്നാലും വലിയ രീതിയിൽ ജലനിരപ്പ് ഉയർന്നിട്ടില്ല. ഇടുക്കി അണക്കെട്ടിലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. പക്ഷേ മഴ അതിശക്തമായി തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. വിവിധ മേഖലകളിൽ ഈ മഴയ്ക്കൊപ്പം തന്നെ കാറ്റ് മാഞ്ഞു വീശുന്ന സാഹചര്യമുണ്ട്. രാത്രികാല യാത്രാ നിരോധനം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഗ്യാപ് റോഡ് വഴിയുള്ള യാത്ര അതീവ ശ്രദ്ധയോടെ വേണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഈ നേരിമംഗലം മുതൽ ഇങ്ങോട്ട് കടക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ദേശീയപാതയോരത്ത് ഇരുവശങ്ങളിലും വലിയ മരങ്ങൾ നിൽക്കുന്നുണ്ട്. ആ മരങ്ങളൊക്കെ ശക്തമായ കാറ്റിൽ നിലം പതിക്കുവാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു. മഴക്കെടുതിയുടെ ഒരു സാഹചര്യമുണ്ട് ഇടുക്കിയിൽ. അതുകൊണ്ട് മുന്നറിയിപ്പുകൾ അവഗണിക്കാതിരിക്കുക. സംസ്ഥാനത്തുടനീളമുള്ള മഴയുടെ വിവരങ്ങൾ, ഓരോ ഇടത്തെയും അപ്ഡേറ്റുകൾ, അലർട്ടുകൾ മാറുമ്പോൾ അത് കൃത്യമായി റിപ്പോർട്ടർ സ്ക്രീനിലൂടെ ഒറ്റ നോട്ടത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സംവിധാനം ഞങ്ങൾ ഒരുക്കും. ഞങ്ങളുടെ വാർത്താ സംഘം എല്ലാ വിവരങ്ങളും പ്രേക്ഷകരിലേക്ക് അപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കും. നമ്മൾ മഴയെക്കുറിച്ച്